മണ്ണിനടിയിൽ 2300 അടി താഴ്ചയിലകപ്പെട്ട 33 പേർ. ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒരു വിവരവുമില്ലാതായി മരിച്ചെന്നു ലോകം വിധിയെഴുതിയപ്പോൾ 69 ദിവസത്തിനു ശേഷം ആ 33 പേർ തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. ഇത് വെറും അപകടം മാത്രമായിരുന്നില്ല, മറിച്ച് അതിൻ്റെ രക്ഷാപ്രവർത്തനം ലോകം മുഴുവൻ മനുഷ്യ സഹാനുഭൂതിയുടെയും ഒന്നിച്ചുള്ള കൂട്ടായ്മയുടെയും ഉദാഹരണമായി മാറുകയായിരുന്നു. ലോകത്തെ തന്നെ ഞെട്ടിച്ച അസാധാരണ കഥയിലേക്കാകാം ഇന്നത്തെ നമ്മുടെ യാത്ര. ചിലി. സൗത്ത് അമേരിക്കയിൽ അർജന്റീനയോട് ചേർന്ന് കിടക്കുന്ന ഒരു കുഞ്ഞു രാജ്യം. എന്നാൽ ചിലി ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് അവിടെയുള്ള കോപ്പർ മൈനുകളുടെ കാര്യത്തിലായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോപ്പർ ഉൽപാദക രാജ്യം തന്നെയാണിത്. ഇവിടെ ഗവൺമെന്റിന്റെ കീഴിലും പ്രൈവറ്റ് സെക്ടറുകളുടെ കീഴിലും ഖനികൾ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഖനികളിലെല്ലാം തന്നെ എല്ലാവിധ സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ടായിരുന്നു അവർ ഖനന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ പ്രൈവറ്റ് സെക്ടറുകളുടെ കീഴിലുള്ള ഖനികളിൽ പലപ്പോഴും വേണ്ടത്ര രീതിയിലുള്ള സുരക്ഷയും അവർ നൽകിയിരുന്നില്ല. 2010 ഓഗസ്റ്റ് 5, സമയം ഉച്ചതിരിഞ്ഞ് 2 മണി. ചിലിയിലെ അറ്റഗമ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന സാൻജോസ് ഖനിയിൽ അന്ന് പതിവ് പോലെ ഒരു കൂട്ടം തൊഴിലാളികൾ ജോലിക്കെത്തി. സ്വർണവും ചെമ്പും ഖനനം ചെയ്യുന്ന വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ഈയൊരു ഖനിക്ക് മൊത്തം 5 കിലോമീറ്ററിലധികം നീളമുണ്ടായിരുന്നു. എന്നാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 2300 അടി, അതായത് 700 മീറ്ററോളം ആഴമുണ്ടായിരുന്നു. പതിവ് പോലെ 33 തൊഴിലാളികൾ ഖനനോപകരണങ്ങളുമായി ഖനിക്കുള്ളിലേക്ക് നീങ്ങി. ഇവരിൽ 32 പേരും ചിലിയിൽ നിന്നുള്ളവരും ഒരാൾ ബൊളീവിയക്കാരനുമായിരുന്നു. ജോലി തുടങ്ങി അല്പസമയത്തിനു ശേഷം പതിവില്ലാത്ത ചില ശബ്ദങ്ങൾ ഖനിക്കുള്ളിൽ കേട്ടു തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിനു മുൻപേ മണ്ണിടിഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഖനിയുടെ പ്രവേശന കവാടം പൂർണ്ണമായും അടഞ്ഞു. പാറ ഇടിഞ്ഞു വീണതിനെ തുടർന്നുണ്ടായ കട്ടിയുള്ള പൊടിപടലം തൊഴിലാളികളെ അന്ധരാക്കി. പുറം ലോകവുമായുള്ള തൊഴിലാളികളുടെ ബന്ധം പൂർണ്ണമായും ഇല്ലാതായി. തൊഴിലാളികൾ അപ്പോൾ ഭൂനിരപ്പിൽ നിന്നും 2300 അടി താഴ്ചയിലായിരുന്നു. സംഭവം അറിഞ്ഞ് റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് സംഭവസ്ഥലത്തെത്തി. പക്ഷേ ഖനിയുടെ പ്രവേശന കവാടം പൂർണ്ണമായും അടഞ്ഞുപോയതിനാൽ അത് രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ദുഷ്കരമാക്കി. എന്നിരുന്നാലും അവർ രക്ഷാദൗത്യവുമായി മുന്നിലേക്ക് തന്നെ പോയി. ഖനിയുടെ ഭിത്തികൾക്ക് ഇളക്കം തട്ടാതെ മണ്ണു നീക്കി ഉള്ളിലേക്ക് ഇറങ്ങാനായിരുന്നു അവരുടെ ശ്രമം. എന്നാൽ 2 ദിവസത്തെ നീണ്ട പരിശ്രമം ഒരു നിമിഷം കൊണ്ട് തന്നെ പാഴായി. അതായത് ഓഗസ്റ്റ് 7 ഖനിക്കുള്ളിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. മണ്ണു നീക്കം ചെയ്ത ഭാഗങ്ങൾ അതോടെ പൂർണ്ണമായും അടഞ്ഞു. ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നു. ഖനിക്കകത്ത് പെട്ടിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾ അപ്പോഴേക്കും നിലവിളി കൂട്ടി ചുറ്റും കൂടിയിരുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും എല്ലാവരുടെയും തന്നെ പ്രതീക്ഷകൾ ഇല്ലാതായി തുടങ്ങി. മണ്ണിനടിയിൽ കുടുങ്ങിയ ആ 33 പേരും മരിച്ചുവെന്ന് എല്ലാവരും വിശ്വസിച്ചു. മൃതദേഹങ്ങളെങ്കിലും പുറത്തെടുക്കുക എന്നതായിരുന്നു പിന്നീടുള്ള ലക്ഷ്യം. അതിനാൽ തന്നെ സംഭവം നടന്ന് 17 ദിവസങ്ങൾക്കു ശേഷം തൊഴിലാളികൾ കുടുങ്ങിയിരിക്കാൻ സാധ്യതയുള്ള ഭാഗത്തേക്ക് ചെറിയൊരു റിഗ് ഉപയോഗിച്ചുകൊണ്ട് കിണർ കുഴിക്കാൻ ഗവൺമെന്റും മറ്റു ബന്ധപ്പെട്ട അധികൃതരും തീരുമാനിച്ചു. റിഗ് താഴേക്കു തുരന്നും ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് ഉയർത്തിയുമായിരുന്നു നിർമ്മാണം. അങ്ങനെ ഒരു തവണ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ റിഗിൽ ഒട്ടിച്ച നിലയിൽ ഒരു ചെറിയ പേപ്പർ രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആകാംക്ഷയോടെ അവരാ പേപ്പർ കഷ്ണം പരിശോധിച്ചു. അതൊരു എഴുതി തയ്യാറാക്കിയിരുന്ന പേപ്പർ കഷ്ണമായിരുന്നു. ഞങ്ങൾ 33 പേരും സുരക്ഷിതരാണ് എന്ന സന്ദേശമായിരുന്നു അതിൽ എഴുതി വച്ചിരുന്നത്. മരിച്ചെന്നുറപ്പിച്ച ആ 33 പേരും ജീവനോടെയുണ്ടെന്ന വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. അതോടെ രക്ഷാപ്രവർത്തകരുടെ ആവേശം ഇരട്ടിച്ചു. മണ്ണു തുറന്ന ഭാഗത്തുകൂടി ക്യാമറ ഇറക്കി തൊഴിലാളികൾ സുരക്ഷിതരാണെന്ന് അവർ ഉറപ്പിച്ചു. എങ്ങനെയാണ് തൊഴിലാളികൾ ഖനിക്കുള്ളിൽ അതിജീവിച്ചതെന്ന ചോദ്യം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഖനിക്കുള്ളിൽ കുടുങ്ങിയ ദിവസം അവർ കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണം കൃത്യമായി ഭാഗം വെച്ചു. ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം 2 ദിവസത്തിൽ ഒരിക്കൽ മാത്രം അല്പം ഭക്ഷണം കഴിച്ചു. ഖനിക്കകത്തുള്ള ചെറിയ നീരുറവകളിൽ നിന്നും വെള്ളമെടുത്ത് ദാഹമകറ്റി. വെളിച്ചത്തിനായി ഹെൽമറ്റിൽ ഘടിപ്പിച്ചിരുന്ന ടോർച്ച് ഓരോ ദിവസവും ഓരോരുത്തരുടേതെന്ന രീതിയിൽ മാത്രം ഉപയോഗിച്ചു. മാത്രവുമല്ല 17 ദിവസത്തിലേക്കൊക്കെ എത്തിച്ചേർന്നപ്പോഴേക്കും അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണത്തിന്റെ അളവിൽ വലിയ തോതിൽ കുറവ് വന്നിരുന്നു. എന്നാൽ അവരുടെ ഭാഗ്യം കൊണ്ട് തന്നെ 17ാമത്തെ ദിവസം രക്ഷാപ്രവർത്തനം അവരുടെ അടുത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. ഏതു വിധേനയും തൊഴിലാളികളെ പുറത്തെത്തിക്കുകയെന്നതായിരുന്നു രക്ഷാപ്രവർത്തകരുടെ ലക്ഷ്യം. എന്നാൽ അത് അത്ര എളുപ്പമായിരുന്നില്ല. തൊഴിലാളികളുടെ ജീവൻ പിടിച്ചു നിർത്താനായി ആദ്യം ഖനിക്കുള്ളിലേക്ക് ഒരു തുരങ്കമുണ്ടാക്കി.
തുടർന്ന് അതിലൂടെ ന്യൂട്രിയൻ ജെല്ലുകളും വെള്ളവും പുറംലോകവുമായി ആശയവിനിമയം നടത്താനുള്ള വാർത്താവിനിമയ ഉപകരണങ്ങളും അവർക്ക് എത്തിച്ചു. തൊഴിലാളികളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്താൻ വിദഗ്ധരുടെ സേവനവും ലഭ്യമാക്കി. ഒടുവിൽ നാസയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ വരെ സംഭവസ്ഥലത്തെത്തി. ഒരു ഭാഗത്ത് തൊഴിലാളികളുടെ ജീവൻ നിലനിർത്താനുള്ള ശ്രമവും മറുഭാഗത്ത് ഗ്രില്ലിങ്ങിനായുള്ള ശ്രമങ്ങളും പുരോഗമിച്ചു കൊണ്ടിരുന്നു. 2300ഓളം ആഴത്തിൽ കിടക്കുന്ന ഈ ഖനിയുടെ പല ഭാഗങ്ങളും പാറകളാൽ അടഞ്ഞതുകൊണ്ട് തന്നെ അത് നീക്കം ചെയ്ത് അവരെ പുറത്തെടുക്കുകയെന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ഒട്ടേറെ ചർച്ചകളുടെ അവസാനമായി തുരങ്കത്തിലൂടെ ലിഫ്റ്റ് ഇറക്കി തൊഴിലാളികളെ പുറത്തെടുക്കാമെന്ന് രക്ഷാപ്രവർത്തകർ കണക്കുകൂട്ടി. അങ്ങനെയൊരു ക്യാപ്സ്യൂൾ നിർമ്മിച്ച് തുരങ്കത്തിലൂടെ ഇറക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഫിനിക്സ് എന്ന് പേരിട്ട ക്യാപ്സ്യൂൾ തുരങ്കത്തിലൂടെ ഒക്ടോബർ 12-ന് ഖനിക്കുള്ളിലേക്ക് ഇറക്കി. മണിക്കൂറുകൾക്കു ശേഷം ആദ്യത്തെ തൊഴിലാളിയെ പുറത്തെത്തിച്ചു. ലോകമൊന്നാകെ വലിയൊരു പ്രതീക്ഷയോടെ നോക്കിക്കണ്ട നിമിഷമായിരുന്നു അത്. പിറ്റേ ദിവസം വൈകുന്നേരത്തോടു കൂടി ഖനിക്കുള്ളിലെ അവസാനത്തെ തൊഴിലാളിയെയും പുറത്തെടുത്തു. നീണ്ട 69 ദിവസത്തിനു ശേഷം 33 പേരെയും ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റി. തങ്ങളുടെ ജീവൻ രക്ഷിച്ച ഓരോരുത്തരോടായി അവർ നന്ദി പറഞ്ഞു. 2015-ൽ ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ദ 33 എന്ന പേരിലൊരു ചിത്രം പുറത്തിറങ്ങി. ലോകം വളരെയേറെ ആകാംക്ഷയോടെയും അതിലുപരി ഭയത്തോടെയും നോക്കിക്കൊണ്ടിരുന്ന സംഭവം തന്നെയായിരുന്നു 2010-ലുണ്ടായ ചിലി മൈൻ ഇൻസിഡന്റ്. ഈ ഒരു അതിജീവനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.